ഹേയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുല്ല് മുറിക്കുന്ന ഗെയിമാണ്. പുല്ല് മുറിക്കുന്ന ഗെയിം പറയുമ്പോൾ കൈ കൊണ്ടൊന്നും മുറിക്കാൻ നിൽക്കണ്ട. വണ്ടിയുണ്ട് മിഷൻ. അപ്പോൾ ഈ പുല്ല് മുറിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. ആ പൈസ വെച്ച് വണ്ടി അപ്ഗ്രേഡ് ചെയ്യുക. ആദ്യം പുല്ല് മുറിക്കുക, പൈസ ഇത് പുല്ല് കൊടുക്കുക, വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അപ്ഗ്രേഡേഷൻ മാത്രം, വേറെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമാണ്. അധികം പറഞ്ഞിരിക്കുന്നില്ല. നിങ്ങൾ ഗെയിം പ്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോയി ഡൗൺലോഡ് ആക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഗ്രാസ് കട്ടർ മെഷീൻ. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടാവും, എല്ലാം കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പൈസ എടുക്കുക, എന്നിട്ട് പുല്ലെടുക്കുക, എന്നിട്ട് പുല്ല് ഇങ്ങനെ ക്യാഷ് കെട്ട് കണക്കെ ഉണ്ടാവും, അതെടുത്തിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഇതാവും. ഇവിടെ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അപ്ഗ്രേഡേഷനാണ്. അതായത് നമുക്ക് പരസ്യം കണ്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. പരസ്യം കാണാതെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കുറേ ക്യാഷ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ കണ്ട അപ്പുറത്തേക്ക് പോകാനാവുന്നില്ല, ഈ സാധനമെല്ലാം ചെറുതാണ്, ഇത് കുറച്ച് അപ്ഗ്രേഡ് ആക്കിയിട്ട് സെറ്റാക്കണം. ഇപ്പം ഞാൻ ആ വണ്ടി അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നുണ്ടാവും, കാരണം ഇപ്പോൾ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പം ഇതിൽ പരസ്യം നിങ്ങൾ കണ്ടിട്ടെങ്കിലും പരസ്യം ഓടും. പരസ്യം ഇതിൻ്റെ കൂടെ പറപ്പാണ്. അപ്പോൾ നെറ്റ് ഓഫ് ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പറയും നെറ്റ് ഡിസ്കണക്റ്റ് ആണ്, കളിക്കാൻ പറ്റൂല. അപ്പം എൻ്റെ കയ്യിൽ പുല്ലുകെട്ട് ഒരുപാട് നിറഞ്ഞു, കണ്ട ചുവപ്പ് കളർ മിന്നാൻ തുടങ്ങി. അപ്പം ഞാനത് കൊണ്ടുപോയിട്ടെല്ലാം വിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വിൽക്കുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കിട്ടും, അത് വെച്ചിട്ട് വേണം അപ്ഗ്രേഡ് ചെയ്യാൻ. അതുകൊണ്ട് നടക്കുന്ന കുറേ കാലം നടന്നുകൊണ്ടിരിക്കും. പരസ്യം കണ്ടാൽ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട വണ്ടി കണ്ട ഇത് മാക്സിമം അപ്ഗ്രേഡ് ആക്കി കണ്ട വണ്ടീൻ്റെ സ്പീഡ് കണ്ട എടുക്കുന്നതും ഇതാക്കുന്നതും. പിന്നെ ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, എത്ര വരെ നമുക്ക് എടുക്കാൻ പറ്റും, അത് അപ്ഗ്രേഡ് ചെയ്യാനാവും. പിന്നെ അങ്ങനെ ഇത് മാക്സിമം അതിൻ്റെ കണ്ടാ കുറേ കത്തി മെഷീനുണ്ട്. ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് എല്ലാം കട്ടായി, അങ്ങോട്ട് തിരിയുമ്പോൾ പിന്നെ ഈ അറ്റത്ത് വരുമ്പോൾ മാത്രം ഒരു ചെറിയൊരു ഇതുണ്ടാവും, കാരണം അറ്റം എനിക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് സ്ലോ ആവുന്നതാണെടാ. ഇങ്ങനെ ഈ വണ്ടി ഇതിപ്പോൾ മാക്സിമം ആയി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവിടെ കളി തീർന്നു, ഇല്ല. ഇത് ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ വേറെ വണ്ടി കിട്ടും. അപ്പോൾ ആ വണ്ടിക്ക് ഏകദേശം ഇതിൻ്റെ പവർ തന്നെ ഉണ്ടാവും, പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് അതിലും കൂടുതൽ പവറാക്കാം. അപ്പോൾ വണ്ടി മാക്സിമം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു സംഭവം കൂടി കൊടുത്തപ്പോൾ വണ്ടി മൊത്തത്തിൽ മാറി. ഇപ്പം മറ്റേ വണ്ടിക്ക് ഉണ്ടായ അതേ പവർ തന്നെ ഈ വണ്ടിക്ക് ഉണ്ട്, കാരണം ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് തുറന്നിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇത് ഇനിയിപ്പം ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും മറ്റേനെ കാട്ടിയും പവർ കൂട്ടാൻ പറ്റും. കാരണം ഇപ്പം മറ്റേ വണ്ടി ഫുൾ പവറാക്കി നമ്മൾ അത് ഒന്നും കൂടി ഇതാക്കി മാറ്റുന്ന സമയത്ത് ഈ വണ്ടിയിലേക്ക് എത്തി, ഈ വണ്ടിക്ക് അതിൻ്റെ പവർ കിട്ടാവും. അപ്പോൾ ഇത് ഇനിയും കൂടി അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കൂടുതൽ പവറാവും. അങ്ങനെ പവറേഷ് ആക്കിയിരിക്കുന്നു. ഈ വണ്ടീൻ്റെ മാക്സിമം അപ്ഗ്രേഡേഷനിലേക്ക് ഞാനെത്തി. നിങ്ങൾ കാണും എല്ലാം പെട്ടെന്ന് എടുത്തു. ഇതിൽ അപ്ഗ്രേഡ് ലെവലപ്പ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങൾ കിട്ടും നമുക്ക് കറങ്ങാനും, ഇത് മൊത്തം വെട്ടിയെടുക്കാനും, കത്തി കൊണ്ട് മുറിച്ചെടുക്കാനും. അപ്പം നിങ്ങൾക്ക് ഈ ഗെയിം ഇൻട്രസ്റ്റ് ആയി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഡൗൺലോഡ് ആക്കുക. കാരണം ഇത് മാത്രമല്ല, വേറൊരു ടാസ്കും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ കയ്യിലുള്ള സ്റ്റോറേജ് ഫുള്ള് നിറഞ്ഞു വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വഴിയിൽ വീഴും. കണ്ട ഈ കാണുന്നതെല്ലാം കണ്ട, അത് വഴിയിൽ വീണിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ബാക്കിൽ വെക്കാനുള്ള സ്ഥലം തീർന്നു. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ വീണിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുത്തിട്ട് ഫുള്ള് തീർക്കുക. എന്നിട്ട് വന്നിട്ട് മറ്റേ കെട്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം എടുക്കുക. അതാ എല്ലാം പെട്ടെന്നായി. അപ്പം അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഈ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യനാണ്. അപ്പം ഇവിടെ ഇല്ല മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് പശുവിന് കൊടുക്കുക, കോഴിക്ക് കൊടുക്കുക, അങ്ങനെ ആടെയുടെ എല്ലാം കൊടുത്തിട്ടാകുന്ന സമയത്ത് പശുവിന് കൊടുക്കുമ്പോൾ നമുക്ക് പാല് കിട്ടും, കോഴിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മുട്ട കിട്ടും. അപ്പം അങ്ങനെ കോഴിക്കും കൊടുത്ത് പശുവിനെല്ലാം കൊടുത്തിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ അവിടെ ജനങ്ങൾക്ക് വിൽക്കാം. മറ്റേ പിസ്സ ഡെലിവറി എല്ലാം മുമ്പ് ഒരു ഗെയിം ഞാൻ ഇട്ടിട്ടുണ്ടായിനി, ഇങ്ങനെ പിസ്സ എടുത്തിട്ടെല്ലാം കൊടുക്കുന്നില്ല. ഇപ്പം മുട്ട കിട്ടി, ആ മുട്ട അവിടെ ഇട്ടു, മുട്ട അവിടെ കൊടുത്തു, ഒരാൾ വാങ്ങിച്ചിട്ട് പോയിട്ട് അതിന് പൈസ ഇട്ടുതരും. അപ്പോൾ അങ്ങനെ ഒരു മെഷീനാണ് ഇടയില്ലത്. പിന്നെ ഇതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ളത് മറ്റേ പുല്ല് മുറിക്കുന്ന മെഷീനാണ്, ഇത് സൈഡായിട്ട് ജസ്റ്റ്. അപ്പം അങ്ങനത്തെ ഓരോരോ മെഷീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ച് ആദ്യം വണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് പഴയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിയാവും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി, അപ്പോൾ ഇതാ വണ്ടിയായി. ആടെ ഒരു മെഷീൻ, ഇവിടെ ഒരു മെഷീൻ, അപ്പുറം കുറേ മെഷീൻസ്. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കിട്ടിയ കോയിൻസ് വെച്ചിട്ട് നമുക്ക് വണ്ടി മാറ്റിയെടുക്കാം. അല്ലെങ്കിലും ഓട്ടോമാറ്റിക് അപ്ഗ്രേഡായി ലെവലപ്പായി പോകുമ്പോൾ വേറെ വണ്ടി കിട്ടും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് എത്രാമത്തെ ലെവൽ ഇത് കാണുന്നത്, അങ്ങനത്തെ ഇതെല്ലാം ലെവലെല്ലാം മാറ്റാനും അങ്ങനത്തെ സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ട്.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.